പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾ ചുരിദാറിന് മുകളിൽ മുണ്ടുടുക്കണമെന്ന ആചാരം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവഗിരി മഠം അധ്യക്ഷനായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ മുന്നോട്ട് വന്നിരുന്നു. സനാതനധർമ്മ വിവാദവും ക്ഷേത്രങ്ങളിലെ കാലാനുസൃതമായ പരിഷ്കാരവും ഇതെല്ലാം ദേശീയ തലത്തിലും ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് ആണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. സ്വാമി സച്ചിദാനന്ദ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതെന്ന് ആദ്യം ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. പത്മനാഭ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ഇട്ട് പ്രവേശനം അനുവദിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിക്കണമെന്നും അതിന് പ്രത്യേക സമയം സ്ത്രീകൾക്ക് വേണ്ടി പ്രവേശനം അനുവദിച്ചു നൽകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. 100% ശരിയായൊരു വാദമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ആദ്യത്തെ വാദമായ പത്മനാഭ ക്ഷേത്രത്തിലെ ചുരിദാർ ധരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ചില ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണ് സ്ത്രീകൾക്ക് പാൻസ് ഇടാനോ അല്ലെങ്കിൽ ചുരിദാർ ഇടാനോ കഴിയില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ക്ഷേത്ര നിയമങ്ങൾ കൊണ്ടുവരുന്നത്? ഒന്നെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഒരു നിയമം ബാധകമാകണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഫോളോ ചെയ്യാതിരിക്കണം. ഭക്തരുടെ വസ്ത്രത്തെ നോക്കിയാണോ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക? അതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണ്? ഇപ്പൊ ക്ഷേത്രത്തിൽ മുണ്ടെടുക്കുന്നത് കൊണ്ട് പ്രത്യേക അനുഗ്രഹമോ അല്ലെങ്കിൽ അഭിവൃദ്ധിയോ ലഭിക്കും? അദ്ദേഹം ചോദിച്ച കാര്യം 100% അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് മുതലേ കണ്ടും കേട്ടും വരുന്ന ഒരു ആചാരമാണിത്. ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിക്കാൻ സാധിക്കില്ല, എന്നാൽ പുരുഷന്മാർക്ക് പാൻസ് ധരിക്കാം. ചിലയിടങ്ങളിൽ ഷർട്ട് ഇടാം, മറ്റു ചിലയിടങ്ങളിൽ ഇടാൻ സാധിക്കില്ല. ഏത് പുരാണത്തിലാണ് ഇതെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്? ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതും ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് ചുരിദാർ ധരിച്ചു വരുന്ന സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരു കാലത്ത്, അതായത് ഈ സാമൂതിരി നാട് വാണിരുന്ന ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായ സമയത്തുമെല്ലാം സ്ത്രീകൾ ചുരിദാർ ധരിച്ചിരുന്നില്ല. അന്ന് അങ്ങനെ ഒരു വേഷം ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾ പണ്ടത്തെ ബ്ലൗസും പാവാടയും പിന്നെ ഈ സാരിയൊക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സാരി എല്ലാം വന്നത്. സാരി പോലുള്ള വസ്ത്രങ്ങളെല്ലാമായിരുന്നു ധരിച്ചിരുന്നത്. പിൻകാലത്ത് ഈ ചുരിദാർ വന്നപ്പോൾ അത് ഒരു മോഡേൺ വസ്ത്രമായിട്ട് മാറുകയും അതിനാൽ ആ വസ്ത്രത്തെ ഗുരുവായൂർ ക്ഷേത്രം അംഗീകരിക്കുകയും ചെയ്തില്ല. എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുരിദാർ എന്ന വസ്ത്രം മറ്റു വസ്ത്രങ്ങളെ പോലെ ഉള്ള ഒരു വസ്ത്രമായിട്ട് മാറി. അതിനാൽ ഗുരുവായൂർ ക്ഷേത്രം കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും ചുരിദാർ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമെന്നവർക്ക് പ്രവേശനം നൽകുകയും ചെയ്തു എന്ന് കരുതി ഏതെങ്കിലും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ വളരെ മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ജീൻസ് ധരിച്ചു വരുന്ന ഭക്തരെ പ്രവേശിപ്പിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ വസ്ത്രധാരണമല്ല മാനദണ്ഡം, കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. പണ്ടുള്ള ജീവിത രീതി കൊണ്ടും അല്ലെങ്കിൽ ജീവിത ശൈലി കൊണ്ടുമാണ് അന്നത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലേതുപോലെ ആയത്. ഇന്ന് കാലഘട്ടം വേറെയാണ്. ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറി, ജീവിത രീതികളും ശൈലികളും മാറി. പെട്ടെന്ന് ധരിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ജനം തിരഞ്ഞെടുക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് ഈ ചുരിദാർ നിഷേധിച്ച പത്മനാഭ സ്വാമി ക്ഷേത്രം തന്നെ മാറുമറയ്ക്കാത്ത സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിരുന്നു. അന്ന് വസ്ത്രം ഇന്നത്തെ പോലെ സുലഭമല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിൻകാലത്ത് വസ്ത്രം വന്നപ്പോൾ ക്ഷേത്രം അത് അംഗീകരിച്ചില്ലേ? ക്ഷേത്ര പ്രവേശനങ്ങൾക്ക് എന്തിനാണ് ഈ ഡ്രസ് കോഡ്? മുണ്ടുടുത്താലും അതുപോലെ സാരി ഉടുത്താലും മാത്രമേ ഭഗവാൻ കടാക്ഷിക്കൂ എന്നുള്ള മാനദണ്ഡങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കണ്ടുവരുന്നുള്ളൂ. മറ്റൊന്ന്, ശബരിമല സ്ത്രീ പ്രവേശന തർക്കവും
കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ശബരിമലയിൽ പ്രവേശിക്കാൻ പ്രത്യേക സമയം അനുവദിച്ചുകൂടാ? സ്ത്രീകളെ പുരുഷന്മാർക്കൊപ്പം പ്രവേശിക്കുന്നതിലാണ് പ്രശ്നമെങ്കിൽ അവർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഒരു സമയം കൊണ്ടുവരണ്ടേ? ഓരോ അമ്പലങ്ങൾക്കും പ്രത്യേക വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ടാകും. സ്വാമി സൂചിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇപ്പം അഹിന്ദു പ്രവേശനം എല്ലാ ക്ഷേത്രങ്ങളും ഫോളോ ചെയ്യുന്ന ഒന്നാണോ? ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദു പ്രവേശനം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അഹിന്ദുക്കളെ അവിടെ പ്രവേശിപ്പിക്കില്ല. യേശുദാസ് എന്ന ഗായകനെ ഗുരുവായൂർ നടയിൽ പ്രവേശനം നൽകിയിട്ടില്ല. എന്നാൽ അദ്ദേഹം പാടിയ ഗുരുവായൂരപ്പന്റെ ഗാനങ്ങൾ അമ്പലങ്ങളിൽ പ്രശസ്തമാണ്. എന്താണ് ഇതിന്റെ എല്ലാം മാനദണ്ഡങ്ങൾ? കാലാനുസൃതമായ മാറ്റങ്ങൾ അംഗീകരിക്കേണ്ട ഒന്നാണ്. ഭക്തരുണ്ടെങ്കിൽ ഈ പറയുന്ന ദേവാലയങ്ങളുള്ളൂ. മനുഷ്യനിർമ്മിതമായ മാനദണ്ഡങ്ങളാണ് പലതും. ഒരു ദൈവവും എവിടെയും ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുമില്ല. വിശ്വാസമല്ല മാറേണ്ടത്, മനുഷ്യനിർമ്മിതമായ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് മാറേണ്ടത്. ദേവാലയങ്ങളിൽ പോകുന്നവരെല്ലാം മാന്യമായ വസ്ത്രം ധരിക്കാറുണ്ട്. ഇപ്പൊ ചുരിദാർ എന്നത് മാന്യമായ വസ്ത്രധാരണമാണ് ഞാൻ കണ്ടതിൽ വെച്ച്. അങ്ങനെ മാന്യത കുറഞ്ഞ വസ്ത്രമാണ് ചുരിദാർ എങ്കിൽ ആദ്യം എടുത്തു മാറ്റേണ്ട വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സാരിയും അതുപോലെ പാവാടയും ബ്ലൗസും പോലുള്ള വസ്ത്രങ്ങളാണ്. ഇപ്പം പുരുഷന്മാർ ഷർട്ട് ഇടാതെ അകത്ത് കയറുന്നതും ദൈവത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതെല്ലാം മറ്റു പല പ്രകോപനങ്ങൾക്കും കാരണമാകുന്ന വസ്ത്രധാരണം തന്നെയാണ്. ഇവിടെ അപ്പം മാറേണ്ടത് വസ്ത്രമല്ല, കാഴ്ചപ്പാടുകൾ തന്നെയാണ്. അഭിപ്രായത്തോട് യോജിക്കുന്നവർക്കും അല്ലാത്തവർക്കും കമന്റ് രേഖപ്പെടുത്താം.